ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അല്ലാത്തവർക്കൊക്കെ അറിയാവുന്നതാണ്. ഒരുപാട് കോൺട്രാക്റ്റുകളിൽ നമ്മൾ സൈൻ ചെയ്യുന്നുണ്ട്. ആ സൈൻ ചെയ്യുന്നതോടുകൂടി അവരെന്ത് ചെയ്യണം? ഒരു കരാറിലെത്തുകയാണ്. ഒരു മുതലാളി ഒരു തൊഴിലാളിയെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവിടെ തൊഴിലാളിയും മുതലാളിയും തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ ഒപ്പിടുന്നുണ്ട്. ഞാനൊരു വീട് വാടകയ്ക്കെടുക്കുന്നുവെങ്കിൽ അതിൻ്റെ ഓണറുമായി ഞാനൊരു കരാറിൽ ഒപ്പിടുന്നുണ്ട്. ഞാനൊരു സാമ്പത്തിക ഇടപാട് നടത്തുന്ന ഫൈനാൻഷ്യൽ സ്ഥാപനവുമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ഞാനൊരു അഖ്ദിൽ ഒപ്പിടുന്നുണ്ട്. ഓരോ അഖ്ദുകളും ഇസ്ലാമിൽ അനുവദിക്കപ്പെടുന്ന എന്തെല്ലാം അഖ്ദുകളിൽ നമ്മൾ ഏർപ്പെടുന്നുണ്ടോ മുഴുവനും പാലിക്കൽ നിർബന്ധമാണ്. ഒപ്പുകെട്ട് കഴിഞ്ഞിട്ട് പിന്നീട് അതിൽ വഞ്ചന നടത്തുന്നത് മഹാപാതകമാണ്, വലിയ ചതിയാണത്. അതിന് ഉദാഹരണം വിശദീകരിക്കുന്നിടത്തൊക്കെ പണ്ഡിതന്മാർ ധാരാളം പറയുന്നുണ്ട്. ഉഖൂദുകളിൽ അഖ്ദുകളിൽ ഇപ്പം മാൻ പവർ ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി ഇപ്പോൾ ആളുകളെ തൊഴിലാളികളെ ലേബേഴ്സിനെ കൊണ്ടുവരും. അവർക്ക് പറയും നിങ്ങൾക്ക് മാസം അവരുമായിട്ട് ഓണർ സൈൻ ചെയ്യുന്നത് എന്തായിരിക്കും? നിങ്ങൾക്ക് മാസം 800 അല്ലെങ്കിൽ 1000 1500 തരാനായിരിക്കും ഒപ്പിടുന്നത്. എന്നിട്ടോ കൂലി കൊടുക്കുമ്പോൾ ചിലപ്പോൾ 800 കൊടുക്കൂ, അല്ലെങ്കിൽ 1000 കൊടുക്കൂ, ബാക്കിയുള്ളത് ഇദ്ദേഹത്തിൻ്റെ പോക്കറ്റിലേക്കാക്കും. ഇത് ഖിയാനത്താണ്, ഇത് കടുത്ത ചതിയാണ്, ഇത് വഞ്ചനയാണ്. കാരണം കോൺട്രാക്റ്റിൽ പറഞ്ഞത് കൊടുക്കാൻ കരാറിൽ എന്താണോ എഴുതിയത് ആ ആനുകൂല്യങ്ങൾ കൊടുക്കൽ നിർബന്ധമാണ്. അത് ലേബർ പിടിച്ചോ ലേബർ അന്വേഷിച്ചോ ഇല്ലേ എന്നുള്ളതൊന്നുമല്ല ഒരു മുസ്ലിമിൻ്റെ നയം. മുസ്ലിം അവിടെ ചിന്തിക്കുന്നത് ഞാനും ഇതെൻ്റെ റബ്ബുമായിട്ടുള്ള കരാറാണ്. ഇത് ഈ ലോകത്ത് രക്ഷപ്പെടലും രക്ഷപ്പെടാതിരിക്കലുമല്ല. എൻ്റെ വിഷയം എൻ്റെ മരണം നന്നാവലാണ്, എൻ്റെ ഖബറിൽ നന്നാവലാണ്, എൻ്റെ മഹ്ശറിൽ എനിക്ക് വിജയിക്കലാണ്.